ആരോഗ്യ വകുപ്പിനെതിരെ തുറന്നടിച്ച ഡോക്ടർ ഹാരിസിനെ സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലത്തെ ഒരു പത്രസമ്മേളനത്തിന് ശേഷം അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. സർക്കാർ തങ്ങളുടെ നിലപാട് മാറ്റിയ പോലെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്ന സർക്കാരിന്റെ ആ നടപടി അത് അവസാനിപ്പിക്കാൻ സർക്കാർ തന്നെ തീരുമാനിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാരിസിനെതിരെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷണം അവസാനിപ്പിക്കാനായിട്ട് ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച അത് സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് നൽകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തില് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹാരിസിനെ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അങ്ങേയറ്റം വേട്ടയാടാനുള്ള ഒരു നീക്കം നടന്നു. ആ നീക്കങ്ങളൊക്കെ ഒളിഞ്ഞ് പാളീസായി സ്വയം നാണം കെട്ട് അതിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങള് മൂക്കുകുത്തി താഴെ വീഴും ആ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കിയ ഭാഗത്തു നിന്നാണ് ഈ സർക്കാരും ആരോഗ്യവകുപ്പും ആ നീക്കത്തിൽ നിന്നും പിന്മാറുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമുക്ക് സർക്കാരിനെ വിമർശിക്കാനല്ല, നമുക്കൊരു കാര്യം, നമ്മുടെ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഈ സർക്കാർ മാറിയില്ലേ? തീർച്ചയായിട്ടും നോക്കൂ, ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്, ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള വ്യക്തിയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം അത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നടന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥിയെയും ഒക്കെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ട് അടുത്ത ആഴ്ചയാണ് അദ്ദേഹം താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ തന്റെ തന്നെ വകുപ്പിലെ ചില പോരായ്മകൾ അദ്ദേഹം തുറന്നു കാട്ടുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവിടെ മെഡിക്കൽ കോളേജിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല, അതുകൊണ്ട് പല ശസ്ത്രക്രിയകളും മുടങ്ങുന്നു. കാരണം പാവപ്പെട്ടവരാണ് മെഡിക്കൽ കോളേജിലേക്ക്, നമുക്കറിയാമല്ലോ, നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാത്ത തീരെ പാവപ്പെട്ടവരാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. പണക്കാരൊക്കെ തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികൾ തേടിയാണ് പോവുക. അങ്ങനെ വരുന്നവർക്ക് അദ്ദേഹം ആ ജനങ്ങളുടെ സാധാരണക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുകയാണ്. ഗതി കെട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഉപകരണങ്ങളില്ല, അതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. പലപ്പോഴും രോഗികളുടെ ബന്ധുക്കൾക്ക് താങ്ങാൻ പറ്റാവുന്ന ചെലവാണെങ്കിൽ അവരോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ മേടിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അദ്ദേഹം വളരെ സതുദ്ദേശത്തോടു കൂടി ഇക്കാര്യങ്ങൾ അറിയണം. സാധാരണക്കാർ അല്ലെങ്കിൽ പുറം ലോകം അറിയുമ്പോൾ, മാധ്യമങ്ങളൊക്കെ അറിയുമ്പോൾ സർക്കാർ ഒരു നടപടി എടുക്കുമല്ലോ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട്. അങ്ങനെ വകുപ്പിന്റെ വീഴ്ചയെ ചൂണ്ടിക്കാട്ടുകയാണ് ഇദ്ദേഹം ചെയ്തത്. അതെ, അദ്ദേഹം അങ്ങനെ ഒരു കാര്യമാണ് അത് ചൂണ്ടിക്കാട്ടിയത്. അതിനകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സർക്കാർ എന്ന് പറയുന്നത് നമ്പർ 1 ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഖ്യാതി മേനി നടച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലൊക്കെ സർക്കാർ ആശുപത്രികളെല്ലാം നമ്പർ 1 ആണ്, എവിടെ ചെന്നാലും എന്ത് ചികിത്സയും അവിടെ കിട്ടും എന്നൊരു പ്രചരണം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ. അവിടെയാണ് ആ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന ആ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്ന തരത്തിൽ സർക്കാരിന്റെ സംവിധാനമായ ഒരു വ്യക്തി തന്നെ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. സർക്കാരിന് വലിയൊരു തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അത് സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെ ഒക്കെ പ്രവർത്തനത്തിൽ നിന്നും ഹാരിസിനെതിരായ നീക്കങ്ങളിൽ നമുക്ക് മനസ്സിലായതാണ്. പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല് ഈ ഡോക്ടർ ഹാരിസ് അത്തരത്തിൽ വളരെ സതുദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു പ്രതികരണമാണ്, ഒരു തുറന്നു പറച്ചിലാണത്. അത് സാധാരണക്കാർക്ക് അത് ഗുണകരമാകട്ടെ. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ അവിടെ ഈ പറയുന്ന പോലെ ഈ രോഗികളുടെ ചികിത്സ നടക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ അവർക്ക് പെട്ടെന്ന് പോകാൻ കഴിയുള്ളൂ, രോഗം മുക്തി നേടി പോകാൻ കഴിയുകയുള്ളൂ. അത്തരം പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ സർക്കാർ അതിനെ എടുത്തത് തങ്ങള് ഈ പറഞ്ഞു വെച്ചതിനെയൊക്കെ തന്നെ പൊളിക്കുന്ന ഒരു കാര്യമായി പോയല്ലോ. അത് സർക്കാരിന് വലിയൊരു അഭിമാനക്ഷതമായി പോയി. സത്യം പറഞ്ഞു, അത് മനസ്സിലാക്കുക എന്നതിൽ ഉപരിയായിട്ട് സർക്കാരിനെതിരായ അപകീർത്തികരമായ ഒരു കാര്യം പറഞ്ഞു, സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന ഒരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഹാരിസിനെതിരായിട്ട് പകപോക്ക നടപടികളിലേക്ക് സർക്കാർ പോകുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. അതിനിടയ്ക്ക് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നുണ്ട്, അന്വേഷണ സമിതി നിയമിക്കുന്നുണ്ട്. ആ സമിതി ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ച ഈ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അദ്ദേഹത്തെ സംശയമുന്നിൽ നിർത്തുന്ന തരത്തിൽ ഒരു പ്രതികരണം നടത്തി. ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ ഒരു ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളുടെ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അത് ഈ ഹാരിസിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സംശയമുന്നിൽ നിർത്തുന്ന ഒരു പ്രതികരണമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും കൂടി സംയുക്തമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. വളരെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു, വളരെ ഡെലിബറേറ്റ് ആയിട്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനം. അതിൽ അവർ ഉദ്ദേശിച്ചത് ഹാരിസിനെ
ഒരു കള്ളനായി ചിത്രീകരിക്കുക, ഒരു മോഷ്ടാവായിട്ട് ചിത്രീകരിക്കുക, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കുക, അദ്ദേഹത്തിനെതിരെ ഉള്ള തെളിവുകളെല്ലാം കൂടി ഒപ്പിച്ചു വെച്ച് അദ്ദേഹം എന്താണ് പറയുക അനഭിമതനാണ് അല്ലെങ്കിൽ അദ്ദേഹം കള്ളനാണ് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വാർത്താ സമ്മേളനം. നമുക്ക് തുടക്കം മുതൽ കണ്ട കാര്യങ്ങൾ വ്യക്തമാണ്. ആ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ഈ പറയുന്ന സൂപ്രണ്ടിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന് നിർദ്ദേശാനുസരണം അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും ഈ പ്രിൻസിപ്പല് വായിക്കുന്നുണ്ട്. പിന്നീട് പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ അവിടുന്ന് ആ ഫോണിൽ നിന്ന് വരുന്ന നിർദ്ദേശം അനുസരിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ രണ്ടുപേരും കാര്യങ്ങൾ വിശദീകരിച്ചത്. തീർച്ചയായിട്ടും അത് വലിയ വാർത്തയാവുകയും ആ ഒരു ഉന്നതന്റെ ഫോൺ വിളി വന്നു എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ ഇന്ന് DME അദ്ദേഹം വിശ്വനാഥൻ, ഡോക്ടർ വിശ്വനാഥൻ, അദ്ദേഹം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. താനാണ് ആ ഉന്നതൻ, താനാണ് വിളിച്ചത്. അദ്ദേഹം അതിന് പറയുന്ന ന്യായീകരണമുണ്ട്, വളരെ വിചിത്രമാണ് കേട്ടോ. ഈ രണ്ടുപേർക്കും, ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും വാർത്താ സമ്മേളനം നടത്തി പരിചയമില്ല, പരിചയക്കുറവുണ്ട്. ആ പരിചയക്കുറവ് നികത്താൻ വേണ്ടി അവര് അബദ്ധങ്ങളൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും വായിക്കുക, അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് തീർച്ചയായും അതാണ് ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുക. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്നത് പോലെ ഇവർക്ക് എന്താ പറയുക, ഈ വാർത്താ സമ്മേളനം നടത്തി പരിചയമില്ലെങ്കിൽ വളരെ നിർണായകമായ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയമാണ് അവർ വാർത്താ സമ്മേളനത്തിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം വാർത്താ സമ്മേളനത്തിൽ കൂടി ഈ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ രണ്ടുപേരെയാണോ നിയോഗിക്കേണ്ടത്? അത്തരമൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ഇവർക്ക് ഈ ഒന്നുകിൽ വേറൊരാളെ നിയോഗിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇവർ തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ട് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടത്. അല്ലാതെ രണ്ട് വാർത്താ സമ്മേളനം നടത്തി പരിചയമില്ലാത്ത രണ്ട് ആളുകളെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാലൊക്കെ കാണുന്നവർക്കൊക്കെ തന്നെ അത് വലിയ സംശയം ഉണ്ടാക്കും. ഈ പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല. എന്തായാലും ആ വാർത്താ സമ്മേളനം ഇന്നലെ പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് ആ വാർത്താ സമ്മേളനത്തിൽ പറയാൻ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന ഡോക്ടർ ഹാരിസ്, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഈ കാരണം കാണിക്കൽ നോട്ടീസ് ശേഷമാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരാഴ്ചയായിട്ട് അവധിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ യൂറോളജി വിഭാഗത്തിന്റെ HOD ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുറിയുണ്ട്. ആ മുറിയിൽ ഈ പറയുന്ന പോലെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ അന്വേഷണ സമിതി ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ഉപകരണം കണ്ടില്ല, മോസ്റ്റലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടില്ല എന്നാണ് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പരിശോധനകൾ നടത്തി, മറ്റു പലയിടത്തും പരിശോധനകൾ നടത്തി. അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഇങ്ങനെ ഈ HODയുടെ മുറിയിൽ ഒരു പരിശോധന നടത്തണമെന്ന് അതിലെ സൂപ്രണ്ട് പ്രിൻസിപ്പൽ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഈ മാസം 6-ാം തീയതിയാണ് ആദ്യം ഈ എന്താ പറയുക ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരു പരിശോധന നടക്കുന്നത്. അപ്പോൾ അവിടെ അസ്വാഭാവികമായിട്ട് ഒരു മെസലോസ്കോപ്പ് കണ്ടു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത്, എനിക്ക് അതിനെക്കുറിച്ച് ആ ഉപകരണത്തെ കുറിച്ച് കൂടുതൽ അറിവില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരുമായിട്ട് അടുത്ത ദിവസം വന്ന് വീണ്ടും ഒരു പരിശോധന, വിശദമായ പരിശോധന നടത്തി. ആ പരിശോധന നടത്തുമ്പോൾ അവിടെ വേറൊരു ബോക്സ് ഉണ്ട്. തലേന്ന് നടത്തിയ പരിശോധന കണ്ടില്ല ആ ബോക്സ്, ആ റൂമിൽ ബോക്സില്ല, പുതിയൊരു ബോക്സ് കാണുന്നു. ആ ബോക്സിനകത്ത് ചില ബില്ലുകളുണ്ട്. അപ്പോൾ ഈ മാസം 2-ാം തീയതി, ഓഗസ്റ്റ് 2-ാം തീയതി എന്തോ ഒരു മെസലോസ്കോപ്പ് വാങ്ങിയതിന്റെ ബില്ല് ഉൾപ്പെടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാരിസിനെ എങ്ങനെയൊക്കെ പുകമറയിൽ നിർത്താമോ, എങ്ങനെയൊക്കെ കള്ളനാണെന്ന് ചിത്രീകരിക്കാമോ, ആ തരത്തിലുള്ള സൂചനകളും പൊടിപ്പും തൊങ്കലും ഒക്കെ വെച്ചുകൊണ്ട് ആ വാർത്താ സമ്മേളനം നടത്തുന്നു. ഒപ്പം തന്നെ ഈ മുറിയിലേക്ക്, ഈ പറയുന്ന ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്ക് ആരോ ഒരാൾ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് ആരാണെന്ന് വ്യക്തമല്ല. എന്നാൽ ആ CCTV ദൃശ്യങ്ങൾ അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണല്ലോ, വളരെ ഗൗരവമായ ഒരു കാര്യമാണല്ലോ. എന്നാൽ അത് പോലീസിലേക്ക് കൊടുത്ത് പോലീസിന്റെ അന്വേഷണത്തിനോ ഒന്നും ഇവർ തയ്യാറാകുന്നില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ആദ്യം ഇതൊന്ന് പരിശോധിക്കട്ടെ, അതിനുശേഷം പോലീസിന്റെ അന്വേഷണം വേണമോ എന്നൊക്കെ ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, സർക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഉച്ചയ്ക്ക് ഡോക്ടർ ഹാരിസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിശദീകരണം നടത്തി. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു. അത് സർക്കാരിന് വീണ്ടും എതിരാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഈ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം, 2 ഉപകരണങ്ങൾ എറണാകുളത്തെ അത് അവിടെ എന്താ പറയുക കണ്ടം ചെയ്യാൻ വെച്ച അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ രീതിയിലായതാണ്. അന്ന് അവർക്ക് അതിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് സ്ഥാപനത്തിലേക്ക് 2 ഉപകരണങ്ങൾ അയച്ചു കൊടുത്തു. 2 നെഫ്രോസ്കോപ്പാണ് അയച്ചു കൊടുത്തത്. ആ ഒരു ഉപകരണം തന്നെ പണിയാൻ 2 ലക്ഷം രൂപയാണ് ചിലവാവുക. അങ്ങനെ 4 ലക്ഷം രൂപ 2 എണ്ണം റെഡിയാക്കി കിട്ടാൻ വേണം. അപ്പോൾ ഈ 4 ലക്ഷം രൂപ എടുക്കാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ പണമില്ല. ഈ ഒരു ചെലവിന് വേണ്ടിയിട്ട് വകയിരുത്താൻ പണമില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എഴുതിയെങ്കിൽ പിന്നെ തിരിച്ചയച്ചേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 ഉപകരണങ്ങളും കൂടി HODയുടെ അഡ്രസ്സിലാണ് സ്വാഭാവികമായിട്ടും കൊറിയറായിട്ട് തിരിച്ച് വരിക. അത് തിരിച്ചു വന്നു. ആ ഉപകരണം, അതിന്റെ ബോക്സുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് പറയുക,
ഈ രണ്ട് ഉപകരണങ്ങൾ കംപ്ലൈന്റ് ആയ രണ്ട് ഉപകരണങ്ങൾ അത് റെഡിയാക്കാനുള്ള കാശ് പോലും വകുപ്പിലില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടി പുറത്തു വരുന്നുണ്ട് ഇന്നലത്തെ ആ ഒരു സംഭവത്തിലൂടെ. അങ്ങനെ വന്ന ബോക്സ് ആണ് അവിടെ ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് അദ്ദേഹം ഇന്നലെ വൈകിട്ട് അത് വിശദമാക്കുന്നുണ്ട്. അതോടുകൂടി ഈ ഇന്നലെ രാവിലെ നടത്തിയ വാർത്താ സമ്മേളന നാടകം പുളിഞ്ഞ പാളീസാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഈ ഒരു വാർത്ത വരുന്നതായാലും ഈ ഹാരിസിനെതിരെ അന്വേഷണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം ഇനി ചിന്തിക്കണ്ടേ ഹാരിസിന്റെ അവസ്ഥ വരുമ്പോൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും സർക്കാർ അവസാനം ഉദ്യോഗസ്ഥരുടെ മണ്ടയ്ക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെ തിരിയുമ്പം ഹാരിസിന്റെ അവസ്ഥയായിരിക്കില്ലേ വരുന്നത്? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹാരിസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കൂടൊപ്പം നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികൻ തന്നെയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്, മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം. അപ്പോൾ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അപ്പോഴും പറയുന്നത് ഈ സർക്കാരിനെ, മന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മന്ത്രി പറഞ്ഞതാണ് ഒരു മെസ്സലസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം കാണാനില്ല എന്ന്. ഇന്ന് അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞില്ല, മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അങ്ങനെയൊന്നുമില്ല, അതിന്റെ എന്തോ ഭാഗമാണ്, ആ ഉപകരണത്തിന്റെ എന്തോ ഭാഗമാണെന്നുള്ളത് സത്യമാണ്. ഉപകരണം പൂർണ്ണമായിട്ടും കാണാതായിട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഉപകരണത്തിന്റെ എന്തോ ഭാഗം കാണാതായി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഉപകരണം തന്നെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പുകമറ സൃഷ്ടിക്കുകയാണ് മന്ത്രിയും വകുപ്പും ഒക്കെ തന്നെ നേരത്തെ ചെയ്തത്. അപ്പോൾ ഇന്നും അദ്ദേഹം രാവിലെ വാർത്താസമ്മേളനം എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയെയും ഈ സർക്കാരിനെയും എല്ലാം തന്നെ പിന്താങ്ങിക്കൊണ്ടാണ് താൻ അവരോടൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ തനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തതാണ്. താൻ ഈ വിഷയത്തിന് ശേഷം മന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ മന്ത്രിക്ക് ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാര്യം തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആ ഭാഷയിലാണ്, താൻ പറഞ്ഞ രീതിയിലാണ് അവർക്ക് മന്ത്രിക്ക് പ്രശ്നമുണ്ടായത്. മന്ത്രിക്ക് അത് വിഷമം ഉണ്ടാക്കിയെന്നാണ്. എന്തിനാ വിഷമം ഉണ്ടാക്കുന്നത്? ഒരു മെഡിക്കൽ കോളേജ് പോലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഒരു മെഡിക്കൽ കോളേജ് പോലെ ഒരു സംവിധാനത്തിലെ ഉണ്ടാകുന്ന പോരായ്മ അവിടുത്തെ ഒരു ഡോക്ടർ ഗതികെട്ടാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ആ സംഭവത്തെ കുറിച്ച് പറയുന്നത്. ചിന്തിച്ചു നോക്കൂ, സാധാരണക്കാരനെ അത് എത്രത്തോളം അദ്ദേഹം പരിഗണിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. അദ്ദേഹത്തിന് വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം അന്നൊക്കെ പ്രതികരിച്ചത്. അത് മനസ്സിലാക്കാതെ അദ്ദേഹം ചിലപ്പോൾ ഭാഷ വിട്ട് അദ്ദേഹം പറഞ്ഞു കാണുമായിരിക്കാം, ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച് കാണുമായിരിക്കാം. അത് മുഖവിലേക്ക് എടുക്കുകയില്ലേ സർക്കാർ ചെയ്യേണ്ടത്? അതിന് ചെയ്യാതെ ആ അഡ്രസ് ചെയ്ത വിഷയത്തെ പരിഗണിക്കാതെ അത് അദ്ദേഹം പറഞ്ഞ രീതി അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ തങ്ങൾക്ക് എതിരായിട്ട് മാറി തങ്ങൾക്ക് നാണക്കേടുണ്ടാക്കി. ആ മന്ത്രിയുടെ പ്രധാന പ്രശ്നം അതാണ്, താൻ വലിയ ഇമേജിൽ നിൽക്കുന്നു. ആ ടീച്ചർ അമ്മയ്ക്ക് ശേഷം അടുത്ത രണ്ടാമത്തെ ടീച്ചർ അമ്മ എന്ന് പറയുന്ന ഇമേജിലേക്ക് വരികയാണ്. അതിനിടയ്ക്ക് ആ ഇമേജ് ഡാമേജ് ആക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്താമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത്. എന്തിനെ അങ്ങനെയൊക്കെ ചെയ്തു, എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞാൽ പോലെ എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് വരുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. സർക്കാരിനെ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. പരസ്യമായി പറഞ്ഞിട്ട് മാറ്റം വരാത്തത് രഹസ്യമായി. അതെ അതെ. തന്നെയുമല്ല, ഈ ഹാരിസ് തന്നെ പറയുന്നുണ്ട്, നേരത്തെ പല തവണ ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടൊന്നും തന്നെ ഒരു ഉപകരണം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഏറ്റവും അവസാനം ഈ 2-ാം തീയതിയിലെ ബില്ലാണ് സാധനം മേടിച്ചായിട്ട് വരുന്നത്. അപ്പോൾ മുൻപ് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് അതിനൊന്നും പരിഹാരമുണ്ടല്ലോ. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഫേസ്ബുക്കിലൂടെ പറയുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് മന്ത്രിക്ക് പിടിച്ചില്ല, സർക്കാരിന് പിടിച്ചില്ല. അപ്പോൾ അന്നു മുതൽ തന്നെ ഈ സർക്കാരിന്റെ കണ്ണിലെ കരടായിട്ട് ഈ ഹാരിസ് മാറുകയും അതിനെതിരായിട്ടുള്ള അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ ആ രീതിയിലെല്ലാം അദ്ദേഹത്തിനെതിരെ ഉപദ്രവവും പ്രവർത്തികളും ഒക്കെ സർക്കാരിന്റെ ഭാഗത്തുമുണ്ട് ഇപ്പോഴും. പക്ഷേ ഈ ഹാരിസ് എന്ന് പറയുന്നത് സർക്കാരിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു നിലപാട് ഇന്ന് രാവിലെയും അദ്ദേഹം സ്വീകരിച്ചു. എന്തായാലും ഇങ്ങനെ സർക്കാരിനെതിരെ തുറന്നു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്നവർക്കുള്ള ഒരു താക്കീതായിട്ടാണ് ഈ ഹാരിസിന്റെ ഒരു സംഭവം നമുക്ക് മുന്നിൽ ഇപ്പോൾ മാറിയിരിക്കുന്നത്.